പൂനെയിലെ ഹദാബ്സാറിലായിരുന്നു സതീഷ് വാഗ് എന്ന് പറയുന്ന 55 വയസ്സുള്ള ബിസിനസ്സുകാരൻ താമസിച്ചിരുന്നത്. ഒരുപാടധികം ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ആ ഒരു ഏരിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോഷായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അവിടെയാണ് ഒരുപാടധികം വർഷങ്ങളായിട്ട് ആൾ താമസിച്ചിരുന്നത്. ആൾക്ക് പൊളിറ്റിക്കലി നല്ല കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ MLC ആളുടെ അനന്തരവനായിരുന്നു, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ ആൾക്ക് ഒരുപാടധികം പ്രമുഖരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മോഹിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ആൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് കൂടെ ഒരു മകനും ഉണ്ടായിരുന്നു. മകൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്കൊരു 10-30 വയസ്സ് പ്രായം ഉണ്ടാവും. സ്വന്തമായിട്ട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നില്ല, ആളുടെ ഫാമിലി ആയിട്ട് വേറെ ആയിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു ഇവരുടെ ഫാമിലിയുടേത്. അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ 9, 2024 അത് സംഭവിക്കുന്നത്. അത് എന്നത്തെയും പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സതീഷ് രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റു. അതിനുശേഷം ആള് ഫ്രഷായി. എന്നത്തെയും പോലെ തന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ആള് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതായിരുന്നു. അത് ആളുടെ റൊട്ടീൻ്റെ ഭാഗമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഒരു ടീം ആളെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. അതായത് ആളിങ്ങനെ വാക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാറ് പെട്ടെന്നുകൊണ്ട് തന്നെ വന്നു നിന്നു. 4 പേര് ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇയാൾ നേരെ ആ ഒരു കാറിൻ്റെ അകത്തോട്ട് പിടിച്ചിടുകയാണ്. ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 5 പേരും കൂടെ ആളെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. ഇത് അത്രയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലൊന്നും വെച്ചിട്ടല്ല നടക്കുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതായത് രാവിലെ നടക്കാനിറങ്ങിയ ആളുകളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത സ്ഥലത്ത് CCTV ക്യാമറയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂസാതെയാണ് അവർ ഇത്തരത്തിലുള്ളൊരു കിഡ്നാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഉടനെ തന്നെ സതീഷിനെ കിഡ്നാപ്പ് ചെയ്ത വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. അവരുടെ വീട്ടിൽ കാര്യം അറിഞ്ഞു. വൈഫ് ആകെപ്പാടെ ഷോക്കായി. അവർ ആദ്യം തന്നെ മകനെ വിളിച്ച് പറയാണ്. അതേപോലെ തന്നെ പോലീസിനോടും കാര്യങ്ങൾ പറഞ്ഞു. ഈ മോഹിനിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡിന് എന്ത് പറ്റിയെന്നുള്ളൊരു കാര്യം ആലോചിച്ചുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ തൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് പരമായിട്ട് ഒരുപാടധികം ശത്രുക്കളുണ്ട് എന്നുള്ളതൊക്കെ തങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും ആളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാനും മാത്രമുള്ള ശത്രുക്കളൊക്കെ ഉണ്ടോ എന്നുള്ളത് തനിക്കറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു മോഹിനി പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു സതീഷിൻ്റെ മകനാണെന്നുണ്ടെങ്കിലും ഇതാര് ചെയ്തിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് കേട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പോലീസ് ഉടനെ തന്നെ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. നാട്ടിലൊരു ഹൈ പ്രൊഫൈൽ ഇൻഡിവിജ്വലിനെയാണ് പകല് ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആരാണ് സതീഷിനെ കിഡ്നാപ്പ് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ആളെ കിഡ്നാപ്പ് ചെയ്തത്? പോലീസുകാർ ആളെ കണ്ടെത്തിയോ ഇല്ലയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ നോക്കുമ്പോൾ ഇതൊരു പ്ലാൻഡ് കിഡ്നാപ്പിംഗ് ആണ്. അതായത് രാവിലെ ആ ഒരു സമയത്ത് ആൾ സ്ഥിരം നടക്കാൻ പോകും എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ കിഡ്നാപ്പേഴ്സ് അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളിപ്പോൾ പേടിക്കൊന്നും വേണ്ട. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെ ഫോണിലോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോട്ട് ഒരു കോള് പെട്ടെന്ന് തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ കിഡ്നാപ്പേഴ്സ് എന്തെങ്കിലും ക്യാഷിനോ മറ്റോ വേണ്ടിയിട്ടായിരിക്കും ഇയാളെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അവർ വിളിക്കും. അവർ വിളിക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവർ പറയുന്നത് പോലെ കൊടുത്ത് ഈ ഒരു സതീഷിനായും തന്നെ ജീവനോട് കൂടിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാം. അതിനുശേഷം പിന്നെ ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കണം, അതേപോലെ തന്നെ അവരെങ്ങനെ പൊക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാമെന്നുള്ളൊരു രീതിയിലായിരുന്നു പോലീസുകാർ ഇവരുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത്. അങ്ങനെ കിഡ്നാപ്പേഴ്സ് വിളിക്കുമെന്ന് കരുതിയിട്ട് അവരിയ്ക്കുകയാണ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, കോളുകളൊന്നും തന്നെ വന്നില്ല. ഇതിന് പാരലായിട്ട് പോലീസുകാർ ആരാണ് കിഡ്നാപ്പ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞും കോള് വരാതായപ്പോൾ പോലീസിൻ്റെ ചിന്തയിൽ തന്നെ മാറ്റം ഉണ്ടാവുകയാണ്. അതായത് ഒരു റാൻസമിന് വേണ്ടിയിട്ടാണ് ഇവർ കിഡ്നാപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾ വരേണ്ടതാണ് ആരുടെയെങ്കിലും നമ്പറിലോട്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കോളൊന്നും വന്നിട്ടില്ല. സോ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ശത്രുക്കൾ ആരെങ്കിലും ഇയാളെ പൊക്കിയതായിരിക്കാം, ചിലപ്പോൾ കൊന്നുകളയാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളൊരു ലെവലിലോട്ട് പോലീസുകാർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ബിസിനസ്സിൻ്റെ കാര്യം പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ട് ഇയാൾ ചെയ്യണമെന്നുള്ളത് ഇയാളുടെ മകനും അറിയില്ല, അതേപോലെ തന്നെ വൈഫിനും അറിയില്ല. ഇയാൾക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ ഇൻഷുറൻസ് ഉണ്ട്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് തന്നെ അറിയുള്ളായിരുന്നു. അതൊന്നും ഫാമിലിയുമായിട്ട് അത്ര വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു കൂട്ടത്തിലായിരുന്നില്ല സതീഷ്. സോ ബിസിനസ് പരമായിട്ടോ പൊളിറ്റിക്കലിയോ ഇയാളുമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിൻ്റെ പിന്നിലെന്നുള്ളൊരു ആംഗിളിലായിരുന്നു പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് നയിക്കുന്നുണ്ടായിരുന്നത്. പോലീസുകാർ നോക്കുമ്പോൾ അവിടുത്തെ CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവർ ചെക്ക് ചെയ്ത ടൈമിൽ ഇതേപോലെ തന്നെ 4 പേര് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ആളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ 4 പേരും മുഖംമൂടി ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതാരാണ് എന്താണെന്നുള്ളത് അവരെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല.
അതേപോലെ തന്നെ ആ ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒബ്വിയസ്ലി അത് ഫേക്ക് ആയിരുന്നു. ഇത്രത്തോളം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വരുമ്പോൾ അതൊക്കെ എന്തായാലും ഒരു ഫേക്ക് ആയിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഈ ഒരു കിഡ്നാപ്പിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഈ ഒരു പൂനെ സോലാപൂർ ഹൈവേയുടെ അടുത്തുള്ള യാവത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിനടുത്ത് നിന്ന് ഒരു കോള് പോലീസ് കൺട്രോൾ റൂമിലോട്ട് വരുന്നത്. ആ ഒരു കോള് വിളിച്ച ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പോകുന്നതിൻ്റെ വഴിക്ക് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ആരോ അയാളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവിടെ ഇട്ടതാണ്. അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു കോളായിരുന്നു അത്. ഈ ഒരു വിവരം അറിഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന പെട്രോളിംഗ് ടീം ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. ആ ഒരു ഏരിയ സെക്യൂർ ചെയ്യുകയും ചെയ്തു. ക്രൈം സീനിലെത്തിയ പോലീസുകാർ ഉടനെ തന്നെ അവിടുത്തെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ ബാക്കിയുള്ള സ്റ്റേഷനുകളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സതീഷിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തും ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്തുകയാണ്. ആൾക്ക് ആ ഫോട്ടോയും കാര്യങ്ങളും നോക്കിയപ്പോൾ തന്നെ അത് സതീഷാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. ആ ഒരു ഫോട്ടോ ആളുടെ വൈഫിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഏങ്ങടിച്ച് കരയാനായിട്ട് തുടങ്ങി. അയ്യോ, എൻ്റെ ഭർത്താവിനെ ആരോ കൊന്നു കളഞ്ഞല്ലോ, ഇനി എനിക്ക് ആരുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ എന്താ പറയുക ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോവുകയായിരുന്നു. ഈ മകനാണെന്നുണ്ടെങ്കിലും ആകെപ്പാടെ ഷോക്കായി പോവുകയായിരുന്നു. അങ്ങനെ നേരെ പോലീസുകാർ എന്താ പറയുക, ഇതൊരു കിഡ്നാപ്പിംഗ് കേസ് ആയിരുന്നത് മാറിയിട്ടൊരു മർഡർ കേസായി. ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയാണ്. അവർ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. അവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടുമോ എന്നൊക്കെ നോക്കി അവിടെ ഉണ്ടായിരുന്ന എവിഡൻസും കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യുകയായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞിട്ട് മോഹിനിയുടെ മുഖത്തോട്ട് പോലും ആർക്കും നോക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ദുഃഖത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ പെട്ടെന്ന് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അവർ നോക്കുമ്പോൾ ലൈക്ക് കോടികൾ കിട്ടുമായിരുന്നു. ഇയാളെ നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഇങ്ങോട്ട് ഒരു റാൻസം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടികൾ കിട്ടുമായിരുന്നു. സോ ക്യാഷിന് വേണ്ടിയിട്ടല്ല ഇവർ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്. കറക്റ്റായിട്ട് ഇയാളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇയാളെ കിഡ്നാപ്പ് ചെയ്തതെന്നുള്ളത് പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. പിന്നെ ഇനീഷ്യൽ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇയാളെ കിഡ്നാപ്പ് ചെയ്ത് ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ ശരീരത്തിൽ 70-ലധികം പാടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആളെ കയറ്റിയ ഉടനെ തന്നെ അയാൾ ഇവരെ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പ്യുവർ ഇൻറ്റൻഷൻ കൊലപാതകം തന്നെയായിരുന്നു. അപ്പോൾ ഇയാളുടെ ശത്രുക്കളെയും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഐഡിയയിലോട്ട് പോലീസുകാർ വരികയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇത് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി. കാരണം ഇയാളുടെ ശത്രുക്കളായിട്ടുള്ള വലിയ പൊളിറ്റീഷ്യൻസോ വലിയ ബിസിനസ്സുകാരോ ആരെങ്കിലും ഇതേപോലെ പൈസക്ക് ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയിട്ടുണ്ടാവുക. സോ ഇത് ചെയ്തത് ആരാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യിപ്പിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തു. പോലീസുകാർ ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഈ മോഹിനി എന്ന് പറയുന്ന ആളുടെ വൈഫിനെയും അതേപോലെ തന്നെ മകനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യങ്ങളാണ്. അതായത് സതീഷ് ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് വീട്ടിലൊന്നും സംസാരിക്കാറില്ല. ആളുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ളത് അവർക്കറിയില്ല. അതേപോലെ തന്നെ ലൈക്ക് എന്തൊക്കെ എവിടെയൊക്കെ ആൾക്കുണ്ട്, പ്രോപ്പർട്ടീസ് ആയിട്ടും ബിസിനസ് ആയിട്ടും എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പോലും തങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. എന്നാലും പോലീസുകാർ വളരെ രഹസ്യമായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു കൊലപാതകത്തിനും ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം ഇവരുടെ ശ്രദ്ധയിൽ വിടുന്നത്. മോഹിനി സ്ഥിരമായിട്ട് ഒരു നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ ഒരു നമ്പർ ആരുടേതാണെന്ന് നോക്കിയപ്പോൾ ഇവരുടെ തൊട്ട് അയൽവക്കത്തുള്ള ഒരു പയ്യൻ്റേതാണ്. അക്ഷയ് ജവാൽക്കർ എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ മോഹിനിയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പയ്യനെ വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മോഹിനി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ഇവിടെ വരുന്നൊരു പയ്യനാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പയ്യനെ വിളിക്കാറുണ്ട്. വീട്ടിലെന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ സ്ഥിരം ആ പയ്യനെ വിളിക്കാറുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പയ്യനാണെന്നുള്ളൊരു തരത്തിൽ പോലീസിൻ്റെ അടുത്ത് മറുപടി പറയുകയാണ്. എന്നാൽ പോലീസുകാർ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സാധാരണ കോളുകളും കാര്യങ്ങളൊന്നുമില്ല അവർ തമ്മിൽ നടന്നിരിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ട കോളുകളാണ്. ഈ ഒരു പയ്യനും അതേപോലെ തന്നെ ഇവരുടെ മകനും ഏകദേശം ഒരേ പ്രായമാണ് കേട്ടോ. മണിക്കൂറുകളോളം നീണ്ട കോളുകൾ, അതും രാത്രി 11 മണി 1 മണി ടൈമിലൊക്കെ കോളുകൾ വന്നിട്ടും പോയിട്ടുമൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു പന്തികേട് പോലീസിന് തോന്നുകയാണ്.
പോലീസുകാർ നോക്കുമ്പോൾ പാറ്റേൺ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവണില്ല. സാധാരണ വീട്ടിലോട്ട് ഹെൽപ്പിന് വിളിക്കുന്ന ഒരു പയ്യനുമായിട്ടുള്ള ഒരു വീട്ടിലത്തെ സ്ത്രീയുടെ കോളിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ ഈ ഒരു അക്ഷയുമായിട്ടുള്ള മോഹിനിയുടെ കോളിൻ്റെ പാറ്റേണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ അക്ഷയനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ആളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നെ ഇനീഷ്യൽ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആളുടെ എന്താ പറയുക ജെനിറ്റൽ ഉണ്ടല്ലോ, അതായത് ആളുടെ ലിംഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകികൾ. അപ്പോൾ ആളുടെ അടുത്ത് അത്രയും പകയുള്ള ആരോ ആണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആളെ കൊന്ന് ഉപേക്ഷിച്ച് പോയാനെ. സോ പേഴ്സണലി എന്തൊക്കെയോ ഒരു പ്രതികാരവും കാര്യങ്ങളുള്ള ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യം ചെയ്യാം. മേ ബി ലിംഗമൊക്കെ കട്ട് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇല്ലിസിറ്റ് അഫെയറിനും അതേപോലെ തന്നെ ഇയാളുടെ മരണത്തിനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ഐഡിയ കൂടെ പോലീസിന് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ അക്ഷയനെ കസ്റ്റഡിയിലെടുത്തു, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അക്ഷയ ആകപ്പാടെ വിറക്കുന്നുണ്ടായിരുന്നു. ആൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ആൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പോലീസുകാർ ചോദിക്കുന്നതിന് അവിടെ ഇവിടെയൊക്കെ തൊടാണ്ട് ഉത്തരം പറയുന്നു. കാര്യം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ എന്തെങ്കിലും അറിയാം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് പോലീസിന് ഒരു ഐഡിയ കിട്ടുകയാണ്. അതേപോലെ തന്നെ ആ പയ്യൻ തീരെ സ്റ്റേബിൾ ആയിരുന്നില്ല, ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. സോ എന്തൊക്കെയോ ഇവനറിയാന്നുള്ളത് പോലീസിന് മനസ്സിലായി. പോലീസുകാർ അങ്ങനെ അവൻ്റെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് പരിചയമുള്ളൊരു നമ്പർ പോലീസിൻ്റെ ശ്രദ്ധയിൽ വിടുന്നത്. പവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ നമ്പറായിരുന്നു അത്. ആ ഒരു പവനെ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്കൊക്കെ അറിയാം. ആളൊരു സ്ഥിരം കുറ്റവാളിയായിരുന്നു. പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യും എന്നുള്ളത് പോലീസുകാർക്ക് അറിയായിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, നീയും പവനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. അങ്ങനെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ പയ്യന് പല കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് തുറന്ന് പറയേണ്ടതായിട്ട് വന്നു. സോ ഈ ഒരു സതീഷിൻ്റെ വീടിൻ്റെ അവിടുന്ന് 2 വീട് അപ്പുറം താമസിക്കുന്ന അക്ഷയ് എന്ന് പറയുന്ന സതീഷിൻ്റെ മകൻ്റെ കൂട്ടുകാരൻ കൂടെ ആയിട്ടുള്ള ആ ഒരു പയ്യനും പിന്നെ പവൻ എന്ന് പറയുന്ന ആ ഒരു ക്രിമിനലും പിന്നെ ആളുടെ കുറച്ച് കൂട്ടാളികളും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തതെന്നുള്ളത് പോലീസിന് കൺഫേം ആവുകയാണ്. പക്ഷേ അതിൽ ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറഞ്ഞത് ആരാണെന്നുള്ളതായിരുന്നു. 48 വയസ്സുള്ള മോഹിനി എന്ന് പറയുന്ന സതീഷിൻ്റെ ഭാര്യയാണ് ഇവർക്ക് കാശ് കൊടുത്തും കയറ്റി ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്യാനായിട്ട് പറഞ്ഞത്. ഈ ഒരു വിവരം പറഞ്ഞ പോലീസുകാർ നേരെ തന്നെ മോഹിനിയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് ആകെപ്പാടെ എല്ലാവരും ഷോക്കായി പോയി. ഈ മകനായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, വലിയ രീതിയിൽ അതൊരു ചർച്ചാ വിഷയമാവുകയാണ്. മോഹിനിയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരികയായിരുന്നു. ഈ ഒരു പയ്യനുണ്ടല്ലോ, ഈ പയ്യനെ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് മോഹിനിക്ക് അറിയാം. അതായത് ഏകദേശം ആ പയ്യന് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ തുടങ്ങിയിട്ട്, വളരെ ചെറുപ്പം തുടങ്ങിയിട്ട് സതീഷിൻ്റെ മകനും അക്ഷയും തമ്മിൽ വലിയ കൂട്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അക്ഷയ് ഈ വീട്ടിലോട്ട് വരും. ചില ദിവസങ്ങളിലൂടെ നിൽക്കുമ്പോൾ നിന്ന് ഭക്ഷണം കഴിക്കും. അത് എന്താ പറയുക, വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോകുക എന്നുള്ളത്. ഇത് 2 വീട് അപ്പുറം കൂടിയാണ്. അപ്പോൾ എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു 20 വയസ്സോളൊക്കെ പ്രായമായി. അപ്പോഴും ഈ ഒരു റൊട്ടീൻ നടക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അക്ഷയ് ഇങ്ങോട്ട് വരും, അതേപോലെ ഈ പയ്യൻ അങ്ങോട്ട് പോകും. ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അങ്ങനെയായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ ആ പയ്യന്മാർക്ക് ആ ഒരു പ്രായമായ സമയത്താണ് മോഹിനി വേറൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് അക്ഷയെ കാണാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ മോഹിനിക്ക് അക്ഷയുടെ മേലൊരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ അക്ഷയുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. വീട്ടിലാളില്ലാത്ത സമയത്തും ഇതേപോലെ തന്നെ ആ പയ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സംസാരിച്ച് അക്ഷയ്ക്കും തൻ്റെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ ഒരു സംസാരം പതിയെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അതിനുശേഷം ഈ ഒരു സതീഷും അതേപോലെ തന്നെ ആളുടെ മകനും വീട്ടിലില്ലാത്ത ടൈമിൽ ഈ മകൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അക്ഷയെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നത് ഒരു പതിവായിട്ട് മാറുകയായിരുന്നു. സോ ഈ പയ്യന് ഏകദേശം ഒരു 10-20 വയസ്സുള്ള ടൈമിലാണ് ഈ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായത്. ആർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം 9-10 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ട് ആ വീട്ടിലോട്ട് സ്ഥിരം വരുന്ന പയ്യനാണ്. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു പയ്യൻ അങ്ങോട്ട് പോകാറുണ്ട്. ഒരു അമ്മ മകൻ ബന്ധം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇവരുടെ ബന്ധം എന്നുള്ളതെന്നായിരുന്നു നാട്ടുകാരും റിലേറ്റീവ്സും അതേപോലെ തന്നെ സതീഷും പിന്നെ എന്താ പറയുക ഇവരുടെ മകനും എല്ലാവരും ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് വേറൊരു തരത്തിലുള്ളൊരു ബന്ധമായിരുന്നു. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. ആ ഒരു വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതിനെ കുറിച്ചിട്ട് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സിൽ വരുന്ന ട്രബിൾസ് ഒന്നും ഇവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. അക്ഷയുടെ വിവാഹം ഏകദേശം ഒരു 25 വയസ്സുള്ള ടൈമിലൊക്കെ കഴിയുകയാണ്.
അപ്പോൾ അതിന് ശേഷവും ഇവർ തമ്മിലുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു വിവാഹത്തിന് യാതൊരു എതിർപ്പും ഈ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള പല സ്റ്റോറീസിലും നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലുള്ള പാർട്ണർ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിൽ ആളെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളത്. എന്നാൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പയ്യൻ്റെ വിവാഹം കഴിയുകയാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം അപ്പോഴും വളരെ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പല നാൾ കള്ളന് ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ. അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിലും സംഭവിച്ചത്. ഒരു ദിവസം ഇതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ സതീഷ് നേരത്തെ വീട്ടിലെത്തുകയായിരുന്നു. നോക്കുമ്പോൾ അക്ഷയുടെ ചെരുപ്പ് പുറത്ത് കിടക്കുന്നുണ്ട്. ഡോറാണെന്നുണ്ടെങ്കിൽ ഓപ്പണുമാണ്. സതീഷ് ഇതേപോലെ തന്നെ ഡോറ് തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ ഹാളിലും അതേപോലെ തന്നെ കിച്ചണിലും ഒന്നും തന്നെ തൻ്റെ വൈഫായിട്ടുള്ള മോഹിനിയെയും കാണാനില്ല, അക്ഷയെയും കാണാനില്ല. അപ്പോൾ ആളെന്തൊക്കെയോ സൗണ്ട് കേട്ട് ബെഡ്റൂമിൽ കയറി നോക്കുമ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. തൻ്റെ ഭാര്യയും തൻ്റെ മകൻ്റെ പ്രായമുള്ള അയൽവാസിയായിട്ടുള്ള തൻ്റെ മകൻ്റെ സുഹൃത്തായിട്ടുള്ള യുവാവും കൂടെ ബെഡിൽ നഗ്നരായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആൾ കണ്ടത്. ഇത് കണ്ട ആളാകപ്പാടെ ഷോക്കായി. അതേപോലെ തന്നെ ആ ഒരു പയ്യനെ അടിച്ച് വീടിൻ്റെ പുറത്താക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് ഈ കാര്യം പറയുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര നാളായിട്ട് ഇങ്ങനെയുള്ളൊരു സംഭവം തുടരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, എന്നാൽ ഇത് ഇവിടെ വെച്ച് ഇപ്പം നിർത്തണം എന്നുള്ള ഒരു താക്കീത് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് നിർത്താനായിട്ട് മോഹിനിയെ കൊണ്ട് സാധിച്ചില്ല. അതിനുശേഷം അവർ കൂടുതൽ കെയർഫുള്ളായി, വളരെ കെയർഫുള്ളായിട്ടായിരുന്നു അതിനുശേഷം അവർ മീറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇതൊക്കെ സതീഷ് അറിയുകയാണ്. അപ്പോൾ ആളുടെ അവസ്ഥയും വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആൾക്ക് ഈ ഒരു കാര്യം തൻ്റെ മകൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും പറയാനും പറ്റില്ല. അതേപോലെ തന്നെ മോഹിനിയുടെ അടുത്ത് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുമില്ല. അപ്പോൾ ആളുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഭാര്യയുടെ അടുത്ത് എടുക്കാനായിട്ട് തുടങ്ങിയതായിട്ടും ചില റിപ്പോർട്ട്സിലും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു അക്ഷയ്ക്കും മോഹിനിക്കും ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ രണ്ടുപേരും ആകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അങ്ങനെ 2024 ജൂൺ മാസം ഈ ഒരു മോഹിനി അക്ഷയുടെ അടുത്തൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാണ്ടാവണം. എൻ്റെ ഹസ്ബൻഡ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നിനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും. നീ നിൻ്റെ ഫാമിലിയായിട്ട് ആ ഒരു ലൈഫ് നീ അവിടെ നടത്തിക്കോ, എനിക്ക് ആവശ്യമുള്ള ടൈമിൽ നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ആകെപ്പാടെ ചെയ്യേണ്ടത് നമ്മളെ ഹസ്ബൻഡിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്നുള്ളൊരു കാര്യം ഈ മോഹിനി ഈ അക്ഷയുടെ അടുത്ത് പറയുകയാണ്. ആ ഒരു ഐഡിയ അക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ടു. അക്ഷയ് അതിന് ഓക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു കൃത്യം നിർവഹിക്കാനായിട്ടുള്ള ആളുകൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങിലായി. കൊട്ടേഷൻ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയിലാണ് ഈ പവൻ എന്ന് പറയുന്ന ആളുടെ കോണ്ടാക്റ്റ് കിട്ടുന്നതും അയാളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ ഒരാളെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം പറയുന്നതും. പവൻ ഒരു 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ ആളെ തീർക്കാം എന്നുള്ള ഒരു കാര്യം പറയുകയാണ്. ആ ഒരു ടൈമിൽ ഇവർ 1.5 ലക്ഷം രൂപ പവന് അഡ്വാൻസ് കൊടുക്കുകയാണ്. ഈ ഒരു കൃത്യം നടത്തിയതിന് ശേഷം ബാക്കി ക്യാഷ് കൂടെ തരാമെന്നുള്ളൊരു കരാറും അവർ തമ്മിലുണ്ടാക്കി. അതിനുശേഷം ഈ ഒരു പവനും ആളുടെ കൂട്ടാളികളും പണി തുടങ്ങി. ഇയാളുടെ കാര്യങ്ങൾ എല്ലാം അവർ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എങ്ങനെ എവിടെ വെച്ച് ഈ ഒരു കൃത്യം ചെയ്യണം എന്നുള്ളത് അക്ഷയും അതുപോലെ തന്നെ പവനും ആളുടെ ഗ്യാങ് കൂടെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ പവൻ, വികാസ്, നവനീത്, അക്ഷയ് പിന്നെ വേറൊരു പയ്യൻ, ഇങ്ങനെ 5 പേരായിരുന്നു ആ ഒരു ഗ്യാങ്ങിലുണ്ടായിരുന്നത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഈ ഒരു കൊലപാതകം നടത്തണം, ഏതൊരു വിധേനയും പിടിക്കപ്പെടരുത് എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇവർ സതീഷിനെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ആകെപ്പാടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന ആ ഒരു സമയം മാത്രമാണ്. ആ ടൈമിൽ നമ്മളാളെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നടക്കും, നമുക്ക് ആളെ തീർക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ഇവർ കണ്ടെത്തുകയാണ്. കറക്റ്റ് ഡിസംബർ 9-ാം തീയതി ഇവർ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ കാർ റെൻറ്റിനെടുത്തു. അതിനുശേഷം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി സതീഷ് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സതീഷ് വന്നപ്പോൾ ആ ഒരു കാർ വേഗം ഓടിച്ച് ആളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് 4 ആൾ ഈ ഒരു കാറിൽ നിന്ന് ചാടി ഇറങ്ങുകയും ആളെ കാറിൻ്റെ അകത്തിട്ട് വാതിലടക്കുകയും അതേപോലെ തന്നെ അവിടെ നിന്ന് കാർ ഓടിച്ച് പോവുകയും ചെയ്തു. ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ട് ആളെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിക്കാനായിട്ട് തുടങ്ങി, ആളുടെ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, അതേപോലെ തന്നെ അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ പറയുന്നത് ഇതൊരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ടെന്ന് അവർക്ക് തോന്നാനായിട്ടുണ്ടായ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രതികാരമായിരിക്കുമെന്നും അതിന് ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ആംഗിളിൽ പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.
അങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഒരാളെ കൊലപ്പെടുത്തി ഹൈവേയിൽ ഇട്ടിങ്ങേറ്റ് കടന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങളെ ആർക്കും പിടികൂടാനായിട്ട് സാധിക്കില്ല എന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ കറക്റ്റായിട്ട് പോലീസുകാർ അവരെ ട്രാക്ക് ചെയ്ത് പിടികൂടുക തന്നെയായിരുന്നു ചെയ്തത്. സോ അവരെല്ലാവരും ഇപ്പോൾ ജയിലിലാണ്, കേസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.